ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓവൻ യൂസ് ചെയ്ത് എങ്ങനെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പൊ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പൊ ആദ്യം നമുക്കിവിടെ കേക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് നമുക്ക് ഉള്ളത്. 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ് എന്നിവയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അതിനു മുമ്പ് നമുക്ക് ഇത് എല്ലാം കൂടി ഒരു അരിപ്പയിലിട്ട് 3 പ്രാവശ്യം അരിച്ചിടണം. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് അരിച്ച് മാറ്റി വയ്ക്കാനുള്ള ബൗളാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് ഈ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മുകളിലിട്ട് 3 തവണ അരിച്ചെടുക്കാനാണ്. ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരിപ്പെടുക്കാം. അരിപ്പെടുത്തതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 3 തവണ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിൽ ഇട്ട് വെച്ചിട്ട് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊക്കോ പൗഡർ, മൈദ എന്നിവയിലൊക്കെ ചെറിയ കട്ടകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിനൊക്കെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് നമുക്ക് വേണ്ടത് 3 ഡ്രോപ്പ് വാനില എസൻസ്, 3 മുട്ട, തൈര്, പിന്നെ 1 കപ്പ് ഷുഗർ, പിന്നെ 3/4 കപ്പ് ഓയിൽ എന്നിവയാണ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നത് മുട്ട, വാനില എസൻസ്, ഷുഗർ എന്നിവയെല്ലാമാണ്. അവസാനമാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. കാരണം ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല, ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുക്കാം. അത് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുട്ടകളൊക്കെ പൊട്ടിച്ചിടുകയാണ്. ആദ്യത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചു. നമുക്ക് ഓരോ മുട്ടകളായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചിടണം. ഞാനിപ്പോൾ ഒരു കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 3 മുട്ട. ഇനി 2 കിലോ അങ്ങനെ കേക്കിൻ്റെ കിലോസിനൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂട്ടാവുന്നതാണ്. നമ്മൾ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇത് 3 ഡ്രോപ്പ് വാനില എസൻസ് ആണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമ്മൾ ആ വാനില എസൻസിൻ്റെ കുപ്പി അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മൾ ബീറ്റർ എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കാം. കാരണം അത് വീട്ടിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ബീറ്ററിലുണ്ട്, ഞങ്ങൾ ബീറ്റർ യൂസ് ചെയ്താണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാം. മിക്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഷുഗർ പതുക്കെ ഒഴിച്ച് വെക്കാം. കുറച്ചിട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പതുക്കെ ഇടും. നമ്മൾ പതുക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ചിട്ടിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടെ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിയുള്ള ഷുഗർ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഷുഗർ കൊണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
തൈരും പിന്നെ 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല, ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട, നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമുക്ക് നമ്മൾ നേരത്തെ വെച്ച മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ വെച്ച ഇൻഗ്രീഡിയൻസ് കിട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വന്നിട്ട് നമുക്ക് വെറുതെ മറ്റേ സാധാരണ സാധനങ്ങൾ ഇളക്കുന്ന പോലെ മിക്സ് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡിലാണ് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെച്ച ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ആക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കണം, എന്നാലും നമ്മുടെ കേക്കിനൊക്കെ നന്നായിട്ട് ടേസ്റ്റ് വരുള്ളൂ. അല്ല ചെറിയ ചെറിയ പൊടികളൊക്കെ കിട്ടാൻ വഴിയുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എയർ ബബിൾസ് വന്നാൽ ചിലപ്പോൾ പ്രശ്നമാകാൻ വഴിയുണ്ട്. പിന്നെ നമ്മൾ എയർ ബബിൾസ് ഒന്നുകൂടെ കളയാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വെച്ച ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ബാറ്റർ കിട്ടും. ഈ ബാറ്റർ നമ്മുടെ ആ ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഈ എയർ ബബിൾസൊക്കെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ കേക്കിൽ ചെറിയ ചെറിയ കുഴികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ഒഴിക്കുമ്പോൾ അവിടെ ഒരു ഓട്ട പോലെയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ചിലപ്പോൾ കുളമായി പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മളിത് ഭയങ്കര ഈസിയായ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി ചെയ്യാം. ഇതാകുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തിയാണ്. പുറമേ നിന്ന് കിട്ടുന്ന കേക്കിലൊക്കെ പല സാധനങ്ങളും ചേർക്കേണ്ടത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ നല്ല സേഫായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, പോലെ തന്നെ ഹെൽത്തിയുമാണ്. ഇതാണെങ്കിൽ ഓവൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ഓവൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഓവൻ ഇല്ലാണ്ട് നമ്മൾ ഭയങ്കര ഈസിയായ മെത്തേഡിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, കാരണം കുക്കറൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്. ഇനിയാണ് ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാറ്റർ ടിന്നിലേക്ക് ഒഴിക്കാം. നമ്മൾ ടിന്നിലൊക്കെ ഒഴിച്ചത് നന്നായിട്ട് ടാപ്പൊക്കെ ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. കുക്കറിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ട്രേ ഇറക്കി വെച്ച് ചെയ്യാണെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിലൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ഈ കുക്കർ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഈ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ കുക്കറിൻ്റെ മുകളിൽ വെയിറ്റ് ഒരിക്കലും വെക്കരുത്. വെയിറ്റ് വെക്കാണ്ട് വേണം നമ്മൾ ഈ കുക്കർ മൂടാൻ. സാധാരണ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെയിറ്റ് വെക്കാറുണ്ട്, ഇത് വെയിറ്റ് വെക്കാൻ പാടില്ല. അപ്പോൾ വെയിറ്റ് വെക്കാനാകുമ്പോൾ തന്നെ അത് നല്ല സ്മെല്ലൊക്കെ വരും. സ്മെല്ല് വയ്ക്കുമ്പോഴാണ് നമുക്ക് മാറ്റേണ്ടത്. നമ്മളിപ്പോൾ ഡെക്കറേഷന് വേണ്ടി ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഷുഗർ സിറപ്പ് നേരത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട് അവിടെ. അപ്പോൾ കേക്ക് നമ്മൾ മുറിച്ച് 3 ലെയേഴ്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ചില വിപ്പിംഗ് ക്രീംസ് ഷുഗർ ഇല്ലാത്തതുണ്ടാവും, അത് നിങ്ങൾ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഷുഗർ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ അതിന് ഷുഗർ ചേർത്തിട്ട് വേണം വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്തിട്ട് ഞാൻ സ്പൂണിൽ കുറച്ച് ഷുഗർ സിറപ്പ് എടുത്ത് കേക്കിൻ്റെ മുകളിൽ ഓരോ ലെയേഴ്സിലും സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ഈ ഇങ്ങനെ തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം വന്നിട്ട് നമ്മൾ ആ സാധനം ഉണ്ടല്ലോ അത് വന്നിട്ട് ഈ ടൈം ടേബിൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് വീട്ടിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്.
അല്ലാണ്ട് പുറമേ നിന്ന് വാങ്ങിച്ചതോ അങ്ങനെ ഒന്നുമല്ല. ഇത് വന്നിട്ട് ചെയ്തിരിക്കുന്നത് ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് സോക്കിങ്ങും മറ്റേ വിപ്പിംഗ് ക്രീമൊക്കെ തേക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ വിപ്പിംഗ് ക്രീം പ്രത്യേകം ശ്രദ്ധിക്കുക, ഷുഗർ ഉള്ളതാണോ എന്നൊക്കെ നോക്കണം. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും മുകളിൽ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് സോക്ക് ചെയ്യണം. നമ്മൾ എത്രത്തോളം ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യുന്നോ അത്രത്തോളം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നന്നായിട്ട് ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യണം. അപ്പോൾ നല്ല സ്പോഞ്ച് പോലെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം തേക്കുമ്പോൾ നമ്മൾ തേക്കാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറച്ച് വിപ്പിംഗ് ക്രീം കൂട്ടുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ മുകളിൽ ലെയർ വയ്ക്കുമ്പോൾ സൈഡിലേക്ക് വരുന്ന പോർഷനൊക്കെ സൈഡ് കവർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്ത ലെയറും കൂടി വെച്ചിട്ട് ഷുഗർ സിറപ്പ് സോക്ക് ചെയ്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ വിപ്പിംഗ് ക്രീമൊക്കെ തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് 1 day വെക്കുന്നതായിരിക്കും നല്ലത്. 24 hours കേക്ക് ഫ്രീസറിൽ ഇരുന്ന് കഴിയുമ്പോൾ നല്ല സൂപ്പർ കേക്കായിട്ട് കിട്ടും. അതിന് ശേഷം മാത്രം നമുക്ക് കട്ടിങ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ നാളെ ആണെങ്കിൽ നമുക്ക് 2-3 ദിവസം മുമ്പ് തന്നെ മിനിഞ്ഞാന്ന് തന്നെ പരിപാടി തുടങ്ങുന്നതായിരിക്കും നല്ലത്. നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പം ടോപ്പിലത്തെ പോർഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിപ്പിംഗ് ക്രീം തേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സൈഡിൽ കുറച്ച് കൂടുതൽ ഒരു ലെയറിൻ്റെ താഴെ നമ്മൾ കുറച്ച് കൂടുതൽ തേച്ചെന്ന് പറഞ്ഞല്ലോ, നമുക്ക് സൈഡ് ഇങ്ങനെ സൈഡിലേക്ക് നിൽക്കുന്നതൊക്കെ ഇങ്ങനെ സൈഡ് കവർ ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ എടുക്കാം. സൈഡൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് ഒരു ദിവസം രാത്രി ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡാർക്ക് ആൽമണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ മെയിൻ സംഭവമാണ് ഡാർക്ക് ആൽമണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് സൈഡ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മേലെ മറ്റേ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഒന്ന് ഫ്ലവേഴ്സൊക്കെ ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ്സ് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബെറ്റർ കേക്കാണ്. ക്രീമുള്ള ഭാഗം എനിക്ക് വെച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഗുഡ് ബൈ.